എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള മെയിൻ റാങ്ക് ലിസ്റ്റ് ഉടൻ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിലവിൽ ജൂലൈ 18-ാം തീയതിയോടെ വിദ്യാർത്ഥികളുടെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഇന്നലെ വൈകുന്നേരം 5 മണി വരെ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും ഈ ഒരു റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് LBS സെൻറ്ററിനെ അറിയിക്കുന്നതിനായിട്ടുള്ളൊരു അവസരം നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അവസരത്തിൽ പല വിദ്യാർത്ഥികളും നിങ്ങളുടെ ആ ഒരു പരാതികളൊക്കെ കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇനിയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ആ ഒരു കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് നിലവിൽ നിങ്ങൾ BSc നഴ്സിംഗിന് അപേക്ഷിക്കാൻ പറ്റാതിരുന്ന, അതായത് LBS വഴി അപേക്ഷ കൊടുക്കാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികളുണ്ടാകും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ AIMSS FNCക്ക് അതുപോലെ തന്നെ PNCMAC വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് BSc നഴ്സിംഗിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ CPAS വഴിയും അപേക്ഷിക്കാം. എന്നാൽ CPASൻ്റെ ആപ്ലിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് AIMSS FNCക്ക് ആയാലും PNCMAC ആയിരുന്നാലും അതല്ലെങ്കിൽ CPAS മുഖേനയും നിങ്ങൾക്ക് അതായത് ഈ ഒരു 3 വെബ്സൈറ്റ് വഴി അപേക്ഷിക്കുന്നവർക്ക് 3 വെബ്സൈറ്റ് വഴിയും അപേക്ഷിക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് എവിടെയെങ്കിലും അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ജോയിൻ ചെയ്യാവുന്നതാണ്. സെൽഫ് ഫിനാൻസ് കോളേജിലെ ഫീസാണ് ഈ ഒരു 3 വിഭാഗത്തിലും ഫീസ് വരുന്നത്. അതുപോലെ SC/ST വിഭാഗം വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് CPASൽ ഫീസ് ഇളവുണ്ട്. അപ്പോൾ ഏകദേശം ഒരു വർഷം ഫീസ് വരുന്നത് ഏകദേശം 1,10,000 രൂപയാണ് ഒരു വർഷം ഫീസ് വരുന്നത്. അതുപോലെ തന്നെ CPASലാണെങ്കിൽ നിങ്ങൾ SC/ST അതുപോലെ തന്നെ ഫീസ് ആനുകൂല്യമുള്ള വിഭാഗത്തിൽപ്പെട്ട OEC വിഭാഗത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം, അതായത് ടോട്ടലായിട്ട് ഏകദേശം 4 വർഷത്തേക്ക് ഏകദേശം ഒരു 1000 രൂപയും അതോടൊപ്പം 10,000 രൂപ കോഷൻ ഡെപ്പോസിറ്റ് ഇനത്തിലും വരുന്നതായിരിക്കും. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഈ നഴ്സിംഗിന് അപേക്ഷിക്കാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അതുവഴി അപേക്ഷിക്കുക. ഇനി വിദ്യാർത്ഥികൾക്ക് LBS സെൻറ്ററിൻ്റെ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ LBS സെൻറ്റർ വഴി നിങ്ങൾക്ക് BSc നഴ്സിംഗ് കോഴ്സിലേക്ക് ഇനി നടക്കുന്നത് ഓപ്ഷൻ രജിസ്ട്രേഷനാണ്. ഇനി നിങ്ങളുടെ മെയിൻ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. മെയിൻ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം കോളേജ് ലിസ്റ്റും കോഴ്സ് ലിസ്റ്റുകളും പ്രസിദ്ധീകരിക്കും. അതായത് ഓരോ കോളേജിലും ഏതൊക്കെ കോഴ്സുകളാണുള്ളത്, എത്ര സീറ്റാണ് വേക്കൻസി ഉള്ളത് എന്നിങ്ങനെയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു LBSൻ്റെ അലോട്ട്മെൻറ്റ് നടക്കുന്നത് ആദ്യം മെയിൻ ഘട്ടത്തിൽ, അതായത് മുഖ്യഘട്ടത്തിൽ 3 അലോട്ട്മെൻറ്റാണ് ഉണ്ടാവുക. അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് മുന്നോടിയായിട്ട് ട്രയൽ അലോട്ട്മെൻറ്റ് കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏതൊക്കെ കോളേജുകളിൽ ഏതൊക്കെ കോഴ്സുകളാണ് നിങ്ങൾ അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ആ ഒരു പ്രയോറിറ്റി ബേസിലായിരിക്കണം വിദ്യാർത്ഥികൾ ഓപ്ഷൻസ് നൽകേണ്ടത്. അതായത് നിങ്ങൾ ആ ഒരു ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതായിരിക്കും ഫീസ് എല്ലായിടത്തും സെയിം ആണോ എന്നുള്ളത്. അപ്പോൾ അതാണ് സാധാരണയിൽ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഗവൺമെൻറ് കോളേജ് ആണ് എങ്കിൽ നിങ്ങൾക്ക് 23,170 രൂപയാണ് ഫീസ് വരിക. അതേസമയം സെൽഫ് ഫിനാൻസ് കോളേജ് ആണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഫീസ് വരുന്നത് 1,10,000 രൂപയാണ്. നിങ്ങൾ ഈ ഒരു ഗവൺമെൻറ് കോളേജിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു സീറ്റ് കൺഫേം ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ 23,170 രൂപ നിങ്ങൾ അടക്കണം. അതേസമയം സെൽഫ് ഫിനാൻസിലാണ് കിട്ടുന്നതെങ്കിൽ 25,000 രൂപ നിങ്ങൾ ഈ ഒരു ടോക്കൺ ഫീസായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്ത് അടക്കണം. ബാക്കി ഫീസ് അഡ്മിഷൻ സമയത്ത് ഏകദേശം 83,000 സംതിങ് ഫീസ് അടക്കണം. അതുപോലെ തന്നെ അവിടുത്തെ PTA ഫണ്ട് അതുപോലുള്ള ബാക്കിയുള്ള ഫീസും കാര്യങ്ങളൊക്കെ നിങ്ങൾ അടക്കണം. അങ്ങനെ ഏകദേശം 1,10,000 രൂപ നിങ്ങൾക്ക് ടോട്ടലായിട്ട് സെൽഫ് ഫിനാൻസ് കോളേജ് ആണെങ്കിൽ വരും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ CPAS അതുപോലെ തന്നെ ഈ ഒരു കോളേജുകളാണെങ്കിലും ഈ ഒരു ഫീസ് തന്നെയാണ് വരിക. എന്നാൽ നിങ്ങൾക്ക് CPASലോ അതല്ലെങ്കിൽ ഗവൺമെൻറ് കോളേജിലോ ആണ് അലോട്ട്മെൻറ്റ് കിട്ടുന്ന SC/ST അതുപോലെ തന്നെ OEC വിഭാഗം ഫീസ് ആനുകൂല്യമുള്ള ഏകദേശം 30ഓളം വിഭാഗമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഗവൺമെൻറ് കോളേജ് ആണെങ്കിലും സെൽഫ് ഫിനാൻസ് കോളേജ് ആണെങ്കിലും, സെൽഫ് ഫിനാൻസ് അല്ല ഗവൺമെൻറ് കോളേജ് ആണെങ്കിലും അല്ലെങ്കിൽ CPAS ആണെങ്കിലും നിങ്ങൾക്ക്, അതായത് ഈ ഒരു CPAS ആണെങ്കിലും വിദ്യാർത്ഥികൾക്ക് ഫീസ് വരുന്നത് അതായത് ഏകദേശം 1000 രൂപ മാത്രമാണ് അഡ്മിഷൻ ടൈമിൽ അടക്കേണ്ടതായിട്ടുള്ളൂ. അതായത് അഡ്മിഷൻ അല്ല, അലോട്ട്മെൻറ്റ് കിട്ടിയാൽ ടോക്കൺ ഫീസായിട്ട് അടക്കേണ്ടതായിട്ടുള്ളൂ. എന്നാൽ സെൽഫ് ഫിനാൻസിലും നിങ്ങൾ ഈ ഒരു രീതിയിൽ 1000 രൂപയാണ് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ ടോക്കൺ ഫീസായിട്ട് SC/ST അതുപോലെ തന്നെ ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾ അടക്കേണ്ടതുള്ളത് എങ്കിലും സെൽഫ് ഫിനാൻസ് കോളേജിൽ അഡ്മിഷൻ ടൈമിൽ വിദ്യാർത്ഥികൾ ആ ഒരു ബാക്കി ഫീസ്, അതായത് നിങ്ങൾ സാധാരണ എല്ലാ വിദ്യാർത്ഥികൾക്കും ഉള്ള പോലെ തന്നെ 1,10,000 രൂപയുടെ ബാക്കി പൈസ നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഒറ്റ ഗഡുവായിട്ട് അടക്കാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം അഡ്മിഷൻ ടൈമിൽ തന്നെ ഫീസ് അടക്കേണ്ടതായിട്ട് വരും. കാരണം പല കോളേജും ഒന്നിലധികം ഗഡുക്കളായിട്ട് ഫീസ് അടക്കാനായിട്ടുള്ള അനുമതി കൊടുക്കാറില്ല. അഡ്മിഷൻ ടൈമിൽ തന്നെ മുഴുവൻ ഫീസും അടക്കാനായിട്ടാണ് പല കോളേജും പറയാറുള്ളത്. അങ്ങനെ ഫീസ് അടക്കാതെ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കൊടുക്കാറില്ല. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പിന്നീട് SC/ST അതുപോലെ തന്നെ OEC അതുപോലെ ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾക്ക് സെൽഫ് ഫിനാൻസിലാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് E-Grants മുഖേന സ്കോളർഷിപ്പായി നിങ്ങൾ അടക്കുന്ന പൈസ നിങ്ങൾക്ക് സ്കോളർഷിപ്പായിട്ട് തരുന്നതായിരിക്കും. അപ്പോൾ സ്കോളർഷിപ്പ് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അഡ്മിഷൻ ടൈമിൽ നിങ്ങൾ ആ ഒരു ഫീസ് സെൽഫ് ഫിനാൻസ് ആണെങ്കിൽ നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്
ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ശേഷം കോളേജിൽ ജോയിൻ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ശേഷം കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതില്ല. മുഖ്യഘട്ടത്തിലെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റുകൾക്ക് ശേഷം മാത്രമാണ്, അത് തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം മാത്രമാണ് നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഓരോ അലോട്ട്മെൻറ്റിൻ്റെ ആ ഒരു സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് സാധാരണ ആ ഒരു കോളേജ് ലിസ്റ്റ്, കോഴ്സ് ലിസ്റ്റ് വരും. അപ്പോൾ ആ ഒരു കോളേജ് കോഴ്സ് ലിസ്റ്റ് വന്നതിൽ നിങ്ങൾക്ക് ഏതൊക്കെ കോളേജിൽ ഏതൊക്കെ കോഴ്സിലാണ് അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് നിങ്ങളുടെ പ്രയോറിറ്റി ബേസിലായിരിക്കണം നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഒരു വിദ്യാർത്ഥി ഇപ്പോൾ നഴ്സിംഗ് ആണ് പഠിക്കാൻ താല്പര്യമുള്ളതെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി നഴ്സിംഗ് ആയിരിക്കണം ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഗവൺമെൻറ് കോളേജിലാണ് പഠിക്കാൻ താല്പര്യമുള്ളതെങ്കിൽ ഗവൺമെൻറ് കോളേജ് ആയിരിക്കണം ഫസ്റ്റ് ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തേണ്ടത്. അതുപോലെ തന്നെ പിന്നീട് ഈ ഒരു BSc MLT, അതുപോലെ തന്നെ BSc ഡയാലിസിസ് ടെക്നോളജി, അതുപോലെ തന്നെ BCVT, അതുപോലെ തന്നെ വാസ്കുലർ ടെക്നോളജി, അതായത് BCVT, അതുപോലെ വിവിധ തരത്തിലുള്ള കോഴ്സുകളുണ്ട്. അപ്പോൾ ആ ഒരു കോഴ്സുകളിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് അല്ല, നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സ് ഏതാണ്, അതുപോലെ തന്നെ ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഏത് കോളേജിൽ പഠിക്കാനാണോ താല്പര്യം അതിനനുസരിച്ച് നിങ്ങൾ കൃത്യമായിട്ട് ഓപ്ഷൻസ് കൊടുക്കണം. നേരത്തെ പറഞ്ഞതുപോലെ ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ ഫീസ് കുറവായിരിക്കും. സെൽഫ് ഫിനാൻസോ അല്ലെങ്കിൽ CPAS ഒക്കെ ആണെങ്കിൽ ഫീസ് നിങ്ങൾക്ക് സാധാരണ സെൽഫ് ഫിനാൻസിലെ പോലെ തന്നെ ഫീസ് കൂടുതലായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്കിപ്പോൾ PNC MECO ആയാലും അല്ലെങ്കിൽ AMCS FNCK വഴി കിട്ടുന്ന സീറ്റ് ആയിരുന്നാലും ഈ ഒരു സെൽഫ് ഫിനാൻസിലെ സെയിം ഫീസ് തന്നെയാണ് ഉണ്ടായിരിക്കുക. അതായത് 1,10,000 രൂപയാണ് ഫീസ് ഉണ്ടാവുക ഒരു വർഷം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിലാണ് ഫീസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രയോറിറ്റി ബേസിൽ ഓപ്ഷൻസ് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിന് മുന്നോടിയായിട്ട് വരുന്ന ആ ഒരു കോളേജിലേക്ക് പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് വരെ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു ഘട്ടത്തിൽ വന്നിട്ടുള്ള കോളേജ് ആഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ശേഷമോ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷമോ നിങ്ങൾക്ക് പുതുതായിട്ട് നിങ്ങൾക്ക് ആ ഒരു ആദ്യം വന്ന കോളേജ് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കോളേജ് ഏതാണോ അതിനനുസരിച്ച് വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ആ ഒരു ഫസ്റ്റ് വന്നിട്ടുള്ള കോളേജ് ലിസ്റ്റിൽ നിന്നും നിങ്ങൾക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന എല്ലാവിധ കോളേജുകളും നിങ്ങൾ ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തണം. അപ്പോൾ ഇങ്ങനെ ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു അപേക്ഷയുടെ ടൈം ഏകദേശം ഒരാഴ്ചയാണ് കിട്ടുക. അപ്പോൾ ആ ഒരു ടൈമിന് ശേഷം പിന്നീട് ട്രയൽ അലോട്ട്മെൻറ്റ് വരും. അപ്പോൾ അങ്ങനെ ആ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഡിറ്റ് ഓപ്ഷൻ ഉണ്ടാവും, പുതിയ ഓപ്ഷൻ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ നൽകിയ ഓപ്ഷൻ റിമൂവ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ്റെ സ്ഥാനം അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഓപ്ഷൻ എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അവിടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫോർ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പേജിൽ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ, അതായത് ഏത് കോളേജാണ് ഏത് കോഴ്സാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കോളേജ് ഡീറ്റെയിൽസ് ഉണ്ടാവും. അതിന് നേരെ ഓപ്ഷൻ എത്രാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷനായിട്ട് തന്നെയാണ് ആഡ് ചെയ്യുന്നത് അതിനായിട്ട് നിങ്ങൾക്ക് അവിടെ ഓപ്ഷൻ നമ്പർ കൊടുക്കാനായിട്ട് ഇതുപോലെ ബോക്സ് ഉണ്ടാവും. അതിൽ നിങ്ങൾ ഏത് കോളേജ് ഏത് കോഴ്സാണോ വേണ്ടത് അതിന് നേരെ 1, 2, 3 ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എത്ര ഓപ്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഓപ്ഷൻ കൊടുക്കുന്നതിന് ലിമിറ്റൊന്നുമില്ല. നിങ്ങൾക്ക് എത്ര ഓപ്ഷൻ വേണമെങ്കിൽ നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാം. അങ്ങനെ ആ ഒരു ബോക്സിൽ നിങ്ങൾ 1, 2, 3 എന്നിങ്ങനെ കറക്റ്റായിട്ട് ഇട്ട ശേഷം പിന്നീട് ഏറ്റവും ലാസ്റ്റ് ഏറ്റവും അടിയിലായിട്ട് ഒരു സേവ് ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്യും. അപ്പോൾ അങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് താഴെയായിട്ട് നിങ്ങൾ സേവ്ഡ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് താഴെയായിട്ട്, അതായത് നിങ്ങൾ സെലക്ട് ചെയ്ത ഓപ്ഷൻ ലിസ്റ്റഡ് ആയിട്ട് വരും. അപ്പോൾ ആ ഒരു ലിസ്റ്റിൽ നിന്നും നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻ റിമൂവ് ചെയ്യണമെങ്കിൽ ഓപ്ഷന് നേരെയുള്ള റിമൂവ് ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് റിമൂവ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ അതിൽ ഏതെങ്കിലും ഓപ്ഷൻ്റെ നമ്പർ ചേഞ്ച് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ നിങ്ങൾ ഓപ്ഷൻ നമ്പർ കൊടുത്തുള്ള ആ ഒരു ബോക്സിൽ പോയിട്ട് അതിൻ്റെ നമ്പർ ചേഞ്ച് ചെയ്ത് കൊടുത്ത് സേവ് ചെയ്താൽ മതി. അപ്പോൾ അത് അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കേണ്ടത്. അതായത് ഓപ്ഷൻ്റെ നേരെയുള്ള ബോക്സിൽ കൃത്യമായിട്ട് ഓപ്ഷൻ നമ്പർ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ നേരെയുള്ള നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞുള്ള ഒരു ബട്ടൺ ഉണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അടുത്ത ഓപ്ഷൻസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നാൽ നെക്സ്റ്റ് ഓപ്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പേജ് മുഴുവൻ ലോഡായിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ താഴോട്ടേക്കുള്ള, അതായത് ഒരു 100 കോളേജൊക്കെ ഉണ്ടെങ്കിൽ അതിന് താഴോട്ടേക്കുള്ള കോളേജൊക്കെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്കത് വീണ്ടും മുകളിൽ നിന്ന് വീണ്ടും താഴോട്ടേക്ക് വരേണ്ട ഒരു പ്രോബ്ലം വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതിലും നല്ലത് ആ ഒരു ബോക്സിൽ നിങ്ങൾ 1, 2, 3, 4 ആ ഒരു രീതിയിൽ ഓപ്ഷൻ നമ്പർ നിങ്ങൾക്ക് ഏതൊക്കെയാണ് കോളേജാണ് വേണ്ടത്, ഏതൊക്കെ കോഴ്സാണ് വേണ്ടത് അതിൻ്റെ ആ ഒരു കോഴ്സിൻ്റെ പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് കോളേജിൻ്റെ പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് ഒരു 10 ഓപ്ഷൻസ് ഇങ്ങനെ നമ്പർ ഇട്ട ശേഷം അത് സേവ് ചെയ്ത് പിന്നീട് അടുത്ത 10 ഓപ്ഷൻ കൊടുത്ത് പിന്നീട് അങ്ങനെ സേവ് ചെയ്ത് പോവുക. കാരണം എന്തെങ്കിലും കാരണവശാൽ ജസ്റ്റ് പേജ് ബാക്ക് അടിഞ്ഞ് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് വീണ്ടും ആദ്യം മുതൽ ഇപ്പോൾ ഒരു 50 ഓപ്ഷൻസ് ഒക്കെ കൊടുക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അത് വീണ്ടും 1 മുതൽ 50 വരെ ഓപ്ഷൻ വീണ്ടും കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഓരോ 10 ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ സേവ് ചെയ്ത് പിന്നീട് അടുത്ത 10 ഓപ്ഷൻ കൊടുത്തിട്ട് പിന്നീട് അങ്ങനെ സേവ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഓപ്ഷൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ പ്രിൻ്റ് ഔട്ട് എടുക്കാം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് നിങ്ങൾ സേവ് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഒരു LBSൻ്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് പിന്നീട് നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻസ് ഈ ഒരു അപേക്ഷ ആ ഒരു ഓപ്ഷൻ കൊടുക്കാൻ പറ്റുന്ന ആ ഒരു ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾ നൽകുന്ന
ഓപ്ഷൻസ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതിന് പ്രത്യേകിച്ച് ലിമിറ്റൊന്നുമില്ല. നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കുന്ന ആ ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണ് അതുവരെ നിങ്ങൾക്ക് ഓപ്ഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ, എന്തെങ്കിലും ഓപ്ഷൻസിൽ ചേഞ്ചസോ അല്ലെങ്കിൽ പുതിയ ഓപ്ഷൻ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിലോ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറ്റുന്നതായിരിക്കും. അതിനുശേഷം പിന്നീട് ട്രയൽ അലോട്ട്മെൻറ്റ് വരും. ട്രയൽ അലോട്ട്മെൻറ്റ് വന്ന ശേഷം വിദ്യാർത്ഥികൾക്ക് നേരത്തെ പറഞ്ഞതുപോലെയുള്ള എല്ലാവിധ എഡിറ്റിങ്ങും അതുപോലെ ഓപ്ഷൻ നൽകാനുള്ള സൗകര്യം ഉണ്ടാവും. ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 2 ദിവസമാണ് അതിന് ടൈം കിട്ടുക. 2 അല്ലെങ്കിൽ 1 ദിവസമായിരിക്കും കിട്ടുക. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എഡിറ്റ് ചെയ്യണം. പിന്നീട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പരിശോധിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്തും നിങ്ങൾക്ക് ഏത് കോളേജിലാണ് അലോട്ട്മെൻറ്റ് കിട്ടാൻ സാധ്യത എന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഏതെങ്കിലും ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവും. എന്നാൽ ട്രയൽ അലോട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അഡ്മിഷനോ മറ്റോ കിട്ടുന്നതല്ല. പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഓപ്ഷൻസോ മറ്റോ എഡിറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ഓപ്ഷൻ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇതിനുശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരും. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ടോക്കൺ ഫീസ് അടക്കണം. അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ മാത്രം ടോക്കൺ ഫീസ് അടക്കണം. അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് കാത്തിരിക്കണം. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ടോക്കൺ ഫീസ് എന്ന് പറയുന്നത് നിങ്ങൾ SC/ST അതുപോലെ ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ 1000 രൂപയാണ് ടോക്കൺ ഫീസ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിലാണ് കിട്ടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഏകദേശം ഫീസ് വരുന്നത് അതായത് 23,170 രൂപയാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ സെൽഫ് ഫിനാൻസ് കോളേജാണ് കിട്ടുന്നതെങ്കിൽ ഏകദേശം 25,000 രൂപയാണ് വിദ്യാർത്ഥികൾ ഈ ഒരു ടോക്കൺ ഫീസായിട്ട് നിങ്ങൾ അടക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പൈസ നിങ്ങൾ ഓൺലൈനായിട്ട് തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫെഡറൽ ബാങ്ക് വഴി ചലാൻ ഉപയോഗിച്ചുകൊണ്ടോ നിങ്ങൾക്ക് ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു രീതിയിലാണ് അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഒരു അലോട്ട്മെൻറ്റ് കിട്ടി ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി, എന്നാൽ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് നിങ്ങളെ തേർഡ് അലോട്ട്മെൻറ്റ് വരെയുള്ള അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കില്ല. പിന്നീട് വരുന്ന സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളിൽ മാത്രമാണ് പങ്കെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾക്ക് പിന്നീട് ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു പിന്നീട് മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് വരെ നിങ്ങളെ പരിഗണിക്കില്ല. പിന്നീട് സപ്ലിമെൻ്റ് അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്. ഇനിയിപ്പോൾ അതിനുശേഷം പിന്നീട് ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും. അതായത് നിങ്ങൾക്കിപ്പോൾ കിട്ടിയ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു 5ാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ അതിന് മുകളിലുള്ള ബാക്കിയുള്ള ഓപ്ഷനാണ് ഹയർ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു മുകളിലുള്ള ഓപ്ഷൻ വേണ്ട എന്നുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്ത് കൊടുക്കാം. ഇനി അതല്ല അതിൽ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും കുറച്ച് ഓപ്ഷനെ മാത്രമേ വേണ്ടാത്തതുള്ളൂ എങ്കിൽ അതിനെ മാത്രമായിട്ട് റിമൂവ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഹയർ ഓപ്ഷൻ റിമൂവ് ചെയ്യണമെന്ന് പറയുന്നതിന് കാരണം നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ ആ ഒരു ഓപ്ഷൻ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി വേറെ ഓപ്ഷൻ വേണ്ട എന്നുണ്ടെങ്കിൽ ഹയർ ഓപ്ഷൻ റിമൂവ് ചെയ്തിട്ടില്ല എങ്കിൽ വിദ്യാർത്ഥികളെ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റ് വേറെ ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പുതുതായിട്ട് കിട്ടുന്ന ആ ഒരു സീറ്റിലേക്ക് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി മാറുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് അതായത് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കിട്ടിയ സീറ്റ് തന്നെ വിദ്യാർത്ഥികൾക്ക് മതി എന്നാണെങ്കിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ആ ഒരു ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ടോക്കൺ ഫീസ് അടക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഹയർ ഓപ്ഷൻ റിമൂവ് ചെയ്ത് അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സീറ്റ് അവിടെ കൺഫേം ആയി പിന്നീട് തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ നേടാനായിട്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ശേഷം പിന്നീട് പുതിയ ഓപ്ഷൻസ് ഒന്നും ആഡ് ചെയ്യാൻ പറ്റത്തില്ല. പുതിയ കോളേജ് ഏതെങ്കിലും വരികയാണെങ്കിൽ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആദ്യമുള്ള കോളേജൊന്നും ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അതിനുശേഷം പിന്നീട് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞ ശേഷം പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരും. അങ്ങനെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നേരത്തെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഹയർ ഓപ്ഷൻ നിലനിർത്തി നിങ്ങൾക്ക് വേറെ ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അടച്ച ഫീസ് പുതുതായിട്ട് കിട്ടിയ സീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വല്ല എക്സ്ട്രാ ഫീസോ വല്ലതോ അടക്കാനുണ്ടെങ്കിൽ അത് നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ആദ്യം നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജാണ് കിട്ടിയത്, എന്നാൽ നിങ്ങൾ അവിടെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഹയർ ഓപ്ഷൻ സെൽഫ് ഫിനാൻസ് കോളേജായിട്ട് ഉണ്ടായിരുന്നു, അത് നിങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ സെൽഫ് ഫിനാൻസ് കോളേജിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് ഏകദേശം ഒരു 1000 രൂപ നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ നൽകുന്ന സമയത്ത് നിങ്ങൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഗവൺമെൻറ് കോളേജസിന് പ്രയോറിറ്റി കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അങ്ങനെയെങ്കിൽ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അതിനുശേഷം പിന്നീട് ഈ ഒരു നേരത്തെ പറഞ്ഞ സ്റ്റെപ്പ് പോലെ തന്നെ ആ ഒരു ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് അതുപോലെ തന്നെ ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ ഇതുപോലുള്ള ആ ഒരു ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികൾക്ക് ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടവർക്ക് ഹയർ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ റിമൂവ് ഒക്കെ ചെയ്യാവുന്നതാണ്. ഹയർ ഓപ്ഷൻ റിമൂവ് ചെയ്തിട്ടില്ലെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കും. അലോട്ട്മെൻറ്റ് അതുവരെ കിട്ടാത്ത വിദ്യാർത്ഥികൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അടുത്തതായിട്ട് പിന്നീടുള്ളത് അതായത് തേർഡ് അലോട്ട്മെൻ്റ് ആണ്. തേർഡ് അലോട്ട്മെൻറ്റും ഇതേപോലെ തന്നെയാണ് സ്റ്റെപ്പ് ഉണ്ടാവുക. നിങ്ങൾക്ക് നേരത്തെ അലോട്ട്മെൻറ്റ് ലഭിച്ച് ഹയർ ഓപ്ഷൻ നിലനിർത്തിയ വിദ്യാർത്ഥികൾക്ക് തേർഡ് അലോട്ട്മെൻറ്റ് വേറെ ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ പുതുതായിട്ട് കിട്ടിയ സീറ്റിലേക്ക് നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റിനെ ട്രാൻസ്ഫർ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ അടുത്ത ടോക്കൺ ഫീസ് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ആ ഒരു ടോക്കൺ ഫീസ് അടക്കണം. അങ്ങനെ ടോക്കൺ ഫീസ് അടച്ച ശേഷം വിദ്യാർത്ഥികൾക്ക് ആ ഒരു സീറ്റ് നിങ്ങൾക്ക് കൺഫേം ആയി. അപ്പോൾ അതിനുശേഷം പിന്നീട് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾ കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്.
ഇനിയിപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടിയ സീറ്റ് വേണ്ട, നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് തേർഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയത്, അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പ്രത്യേകിച്ച് ടോക്കൺ ഫീസൊന്നും അടക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പിന്നീട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അതിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്ത് അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരും. സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾ വീണ്ടും ഓപ്ഷൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് കിട്ടി ടോക്കൺ ഫീസ് അടക്കാതിരിക്കുകയാണെങ്കിൽ പിന്നീട് അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ് ചെയ്യുക. അപ്പോൾ ആ രീതിയിൽ, അതായത് ചില സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ മാത്രമാണ് ആ ഒരു നിബന്ധന ഉള്ളത്, എല്ലാ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലും ആ ഒരു രീതിയിൽ ഒരു നിബന്ധന വെക്കാറില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾ അഡ്മിഷൻ നേടും എന്ന് ഉറപ്പുള്ള കോളേജും കോഴ്സുകളും മാത്രമേ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കേണ്ടതായിട്ടുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള ഏത് കോഴ്സ് ആയിരുന്നാലും ഏത് കോളേജ് ആയിരുന്നാലും നിങ്ങളുടെ പ്രയോറിറ്റി ബേസിൽ നിങ്ങൾക്ക് അതിലെ ആ ഒരു ഫീസ് നിങ്ങൾക്ക് അടക്കാനായിട്ട് പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഓരോ കോഴ്സും നിങ്ങൾക്ക് ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ഉടൻ തന്നെ ആരംഭിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.